are you? I am a parrot. നീ ആരാണ്? നിന്റെ തന്ത. പെട്ടെന്ന് തയ്ക്കാൻ പറ്റുമോ? എവിടെ? ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു, എന്റെ കോൺസെൻട്രേഷൻ പോയി. അതില്ല, ഈ കോലം കണ്ട് ആരാ ചിരിക്കാത്തത്? കൈ ഇങ്ങനെ ആക്കിയേ. ആ, ഈ കൊയ്ത്ത് സമയത്ത് ഇങ്ങനെ പാടത്ത് കൊണ്ട് നിർത്തിയാൽ കറക്റ്റ് ആയിരിക്കും, കാക്കയൊന്നും വരില്ല. വേണ്ട. ഇല്ല, ഗ്രാമീണത്വം തുളുമ്പുന്ന പെൺകുട്ടിയാണെങ്കിലും ഉള്ളില് ഒരു മോഡേൺ ഗേൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നാട്ടുകാരിക്ക് എന്റെ ഒരു സമ്മാനം. അടിപൊളി ഡാൻസ് ആയിരുന്നു. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആണോ? ആ, അതാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ പ്രേക്ഷകരെല്ലാം നല്ല എനർജറ്റിക് അല്ലേ? ഞാൻ ഇനി സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് എന്താ ഇത്? ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാഖയോ? സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ കണ്ണുകൊട്ടനായിരിക്കണം. അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അല്ല, അതല്ല, ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞോട്ടോ. ഉഗ്രനായിട്ടുണ്ട്. സാധാരണ ശാലീന സൗന്ദര്യമുള്ള ഗ്രാമീണത്വം തുളുമ്പുന്ന നായികയായിട്ടാണ് മിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളത്. ആ ഇമേജ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് കുംഭസാരം എന്ന സിനിമയിൽ ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ കുംഭസാര രഹസ്യങ്ങളെ കുറിച്ച് ഒന്ന് പറയും. കുംഭസാരം എന്നുള്ള സിനിമയിലെ എൻ്റെ ക്യാരക്ടർ വളരെ ബോൾഡായ, വളരെ ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു മോഡേൺ ക്യാരക്ടറാണ്. മോഡേൺ വേഷം. നല്ലൊരു കയ്യടിയോട്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള കുടുംബിനിയായിട്ട് നല്ല ഒതുങ്ങി കഴിയുന്ന ഒരു ഭാര്യ, ഒരമ്മ, കൊച്ചുകുട്ടിയുടെ അമ്മ, ഇന്ന് അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത് അല്ല, ഈ ക്യാരക്ടർ വളരെ ബബ്ലിയാണ്. ശരിക്കും ആ ക്യാരക്ടറിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ശരിക്കും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് കുംഭസാരത്തിലെ ക്യാരക്ടർ ആയിഷ. ആ ക്യാരക്ടർ, അതായത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷമൊക്കെ ചെയ്യണമെന്നുണ്ട്. ആരും അങ്ങനെ വിളിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പരിപാടിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വരും. പിന്നെ ഇപ്പോൾ പ്രിയങ്കയുടെ ഏറ്റവും നമുക്കെല്ലാം മലയാളികൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ജലം എന്ന സിനിമയിൽ നാഷണൽ അവാർഡിന് അവസാന റൗണ്ട് വരെ പ്രിയങ്ക എത്തി. പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പം നല്ലൊരു ബിഗ് ക്ലാപ്പ്. താങ്ക് യു. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞാൽ ആദ്യ പിന്നെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഞാനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അഹങ്കരിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരി, അയ്യോ പ്രിയങ്ക സംസ്ഥാന അവാർഡ്. തീർച്ചയായിട്ടും സുരാജ് ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. കാര്യം ഞങ്ങൾ തൊട്ടടുത്ത നാട്ടുകാരാണ്. അപ്പോൾ അവിടെ ശരിക്കും ഹോർഡിങ്സും ഒക്കെ വെച്ചിട്ട് എന്തായിരുന്നു ബഹളം. ശാലീന സുന്ദരി ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രാമീണത്വം തുളുമ്പുന്ന പെൺകുട്ടിയാണെങ്കിലും ഉള്ളിൽ ഒരു മോഡേൺ ഗേൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ഇല്ലേ? ഇതൊക്കെ കണ്ടാലേ തന്നെ അറിഞ്ഞൂടെ? ഇത് ഈ വേഷമൊക്കെ ഇട്ട് വെഞ്ഞാറുമുട്ടിലൊക്കെ ഒന്ന് നടക്കാവോ? കുഴപ്പമില്ല. അല്ല, എന്നാലും നാട്ടുകാരൊക്കെ പറയില്ലേ? ഇല്ല, നാട്ടിലും എന്താ പറയാ, സുരാജേട്ടൻ കണ്ടിട്ടില്ലേ, നാട്ടിലും അങ്ങനെ എപ്പോഴും സാരി ഉടുത്തൊന്നും അല്ല നടക്കാറ്. ഞാൻ സാരി വളരെ വളരെ അപൂർവമായിട്ട് മാത്രം ധരിക്കുന്ന ഒരു വേഷമാണ്. അതുകൊണ്ട് ഒക്കേഷണലി എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ശരിക്കും സാരിയൊക്കെ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ കൂടുതലും ധരിക്കാറുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കുറച്ചു നേരം നമുക്ക് അവിടെ ഇരിക്കാം. ആയിക്കോട്ടെ.
ഇത് നോക്ക്, ഈ കോലം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഈ ഇലക്ട്രിക് ലൈൻ കമ്പിയിലൊക്കെ ചിലപ്പോൾ വവ്വാല് കറണ്ട് അടിച്ച് തൂങ്ങി കിടക്കൂലേ, അമ്മാതിരി ഡ്രസ്സല്ലേ ഇത്. സത്യം എന്താ, അവർക്ക് തന്നെ ഇഷ്ടമായി. എന്ത് കോലയുടെ എങ്ങനെ മനസ്സ് വരുന്നു ചേട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ? പിന്നെ ചേട്ടൻ എന്നെ വല്ല തത്തമ്മയോടൊക്കെ ഉപമിച്ചൂടെ? വവ്വാലാണ് കറക്റ്റ്. തത്തമ്മയെ കുറിച്ച് അങ്ങനെയാണ് ആ ചേച്ചി ഞാൻ തത്തമ്മയെന്ന് വിളിച്ചത്. നോക്കൂ, നല്ല കറക്റ്റ് തത്തമ്മ ചുണ്ടായിട്ടൊക്കെ ഇരിക്കുന്നു. നോക്കൂ, ഇത് തത്തമ്മയൊന്നും ഉപമിക്കാനൊന്നും പറ്റില്ല. തത്തമ്മയ്ക്ക് എന്താ കുഴപ്പം? തത്തമ്മ എന്നെ പോലെ തന്നെ സംസാരിക്കും, അത് നല്ലോണം സംസാരിക്കും, നല്ലപോലെ പാട്ട് പാടും, പിന്നെ നിർബന്ധിച്ചാൽ മിമിക്രി വരെ ചെയ്യും. മിമിക്രി കാണിക്കുന്ന തത്തമ്മയോ? എന്നാലും ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നല്ലോ. കറക്റ്റ്, ഞാനും കണ്ടായിരുന്നു മിമിക്രി കാണിക്കുന്ന തത്തമ്മ. അപ്പൊ ഈ തത്തമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കഥ ഓർമ്മ വന്നു. വേറൊന്നുമല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുമ്പോ അതെന്താ നമ്മുടെ വീട്ടിലൊക്കെ പാരൽ കോളേജിനും കോളേജ് തന്നെ പറയുന്നത്. ഇദ്ദേഹം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി സൂവിൽ പോയി ട്രിവാൻഡ്രത്ത്. അപ്പോൾ സൂവിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരു തത്തമ്മ അവിടെയുണ്ട്. അപ്പോൾ ഉടനെ ഈ പിള്ളേരും പെൺകുട്ടികളും എല്ലാവരും കൂടെ ഇങ്ങനെ ഇത് കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നു. അതിൽ ഒരു പയ്യൻ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ചെന്നിട്ട് തത്തമ്മയോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, ഹു ആർ യു? ഉടനെ തത്തമ്മ പറഞ്ഞു, ഐ ആം എ പാരറ്റ്. അപ്പൊ എല്ലാരും കൈയടിച്ചു, എല്ലാരും വീണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കണം അവനെ. അടുത്ത് വീണ്ടും ചോദിച്ചു ഹിന്ദിയിൽ ഒന്നുകൂടെ, തൂ കോൺ ഹേ? ഉടനെ തത്തമ്മ പറഞ്ഞു, മെയ് തോത്താ ഹൂ. ആ ഹിന്ദിയിലും മറുപടി പറഞ്ഞു. വീണ്ടും ഇവന്റെ തന്നെ പെമ്പിള്ളാരെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഇവ സ്റ്റാർ ആയിട്ട് നിന്ന് അടുത്ത് മലയാളത്തിലും കൂടെ അടുത്ത് ചോദിച്ചു, നീ ആരാണ്? ഉടനെ തത്തമ്മ മറുപടി പറഞ്ഞു, നിന്റെ തന്ത. ഇത്രയും നേരം ഹിന്ദിയിലും ഇംഗ്ലീഷിലും തത്തമ്മ തത്തമ്മ എന്ന് പറഞ്ഞിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതോടുകൂടി അവൻ ബലം പിടിച്ചിരുന്ന എല്ലാം പോയി. ഞാൻ ഉടനെ അങ്ങോട്ട് ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു, എടുത്ത് നാണം ഇല്ലോട് ഇങ്ങനെയൊക്കെയാണ്. അയ്യോ, നമുക്ക് അതേ പറയാൻ പറ്റും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറ്റേ സത്യം കൂടെ തുറന്നു പറഞ്ഞേക്കും. സുരാജേട്ട് പറ്റിയതല്ലേ? വെറുതെ ചുമ്മാ അങ്ങനെയൊന്നും എനിക്കൊന്നും അല്ല. സുരാജേട്ടൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, സുരാജേട്ടൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. അതെ അശ്വതി, എനിക്ക് നല്ല ഓർമ്മശക്തിയാണ്. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടാ ഞെട്ടും. ഈ മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഓർമ്മശക്തി. മെമ്മറി ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ്. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോ? മറന്നുപോയി, ഗസ്റ്റ്. ഇന്നത്തെ ഗസ്റ്റ് സുരാജേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സുരാജനെ കാണാൻ വേണ്ടി വരുന്ന ഒരാളാ. അയ്യോ, അതാരാ? കുറച്ച് നാൾ മുമ്പ് ഒരു എപ്പിസോഡില് എനിക്കറിയാം, മമ്മൂക്കായിരിക്കും, ലാലേട്ടൻ, ദിലീപ് ഏട്ടൻ വീണ്ടും വരുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ. ആരുമല്ല, പിന്നെ ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാൻ വന്നാ മതി എന്ന് അവന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ എന്നെ എടുത്ത് പൊക്കും എന്നാണ്. അയ്യാടാ, ഏതെങ്കിലും പെൺകുട്ടികളെ പൊക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു രഹസ്യമായിട്ട്, ഷാറൂഖ് ഖാൻ എന്തെങ്കിലും നമ്മുടെ ഷോയ്ക്ക് ഗസ്റ്റ് വരുവാട്ടെ, എന്തിനാ എന്നെ ഇങ്ങനെ എടുത്തൊന്ന് പൊക്കുമല്ലോ. ഷാറൂഖ് ഖാൻ വരാന്ന് പറഞ്ഞു. പിന്നെ സുരാജേട്ടന് ഹിന്ദി എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. ദുബായി കഴിയുന്ന എന്നാ ഇയാളൊന്ന് ഹിന്ദി പറഞ്ഞേ. സുരാജേട്ടാ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ചു നാൾ മുമ്പ് ഒരു എപ്പിസോഡില് എന്റെ ഒരു ആന്റി വന്ന് തുറന്നു. എന്റെ ദൈവമേ, എനിക്കറിയാം അവരെങ്ങോട്ട് കയറ്റിവിടത്തിൽ വല്ലാത്തൊരു സ്ത്രീയാണ് കേട്ടോ. എന്റെ കുടുംബക്കാരൊക്കെ തന്നെ, പക്ഷെ വല്ലാത്ത സ്ത്രീയാട്ടോ. ഇംപ്രൂവ് ചെയ്തു ചേട്ടാ അവര്. ആണോ? തന്നെയല്ല, ഇന്ന് അവരുടെ പിറന്നാളാണ്. അപ്പൊ ജന്മദിനമായിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി കുളിച്ചതല്ല കുറിയൊക്കെ ഇട്ട് കുടുംബക്കാരൊക്കെ കുളിച്ചല്ലോ ബർത്ത്ഡേ സമയത്തൊക്കെ. കുറച്ച് കേക്കൊക്കെ ഉണ്ട് കയ്യില്. അപ്പൊ അത് സുരാജേട്ടന് തരണം ഒരേ നിർബന്ധം. അല്ല, എനിക്ക് അതിലൊന്നും വിഷയമല്ല. പക്ഷെ ഇവര് കേക്കും കൊണ്ടുവന്ന വെറുതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും തറ സ്ത്രീ. ബന്ധു ആയതുകൊണ്ട് പറയുന്നല്ല, എനിക്ക് അവരോട് സംസാരിക്കുന്ന അവരന്ന് തന്നെ എന്തെല്ലാം ഒരു തുണി കൊടുത്തതിന് എന്തെല്ലാം പറഞ്ഞെന്നറിയാം. എപ്പോഴും പറയും, എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ല. സുരാജേട്ടൻ ആ സാരി ഒക്കെ കൊടുത്തു വിട്ടോണ്ട് സുരാജേട്ടനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് പോലും തരാതെ ആ കേക്കുമായിട്ട് ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കാണോ? ചീസ് കേക്ക്. ചീസ് അല്ലെങ്കിൽ ക്രീം. ഈ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അടപടത്തുന്നു. അപ്പൊ ഞാൻ വിളിക്കട്ടെ? വിളിക്കുന്നത് കൊള്ളാം. ഞാൻ അവരുമായിട്ട് അധികമായിട്ട് സംസാരിക്കാറില്ല. സുരാജേട്ടൻ വെറുതെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാം, ഒരു മര്യാദക്ക്. ഞാൻ കേക്ക് കഴിക്കുന്നു. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വിളിക്കാവേ. ആന്റി വന്നോളൂ കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു അടക്കോ ഒതുക്കൊക്കെ കാണുന്നില്ലേ? ശരിക്കും ചോദിക്കുക, ഇവർക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിറന്നാളായോണ്ട് ആണോ? നമസ്തേ. ഇതെന്തോ ഇത്? അടിക്ക്, ഞാൻ പൊടി കേക്ക് പറ കേക്കാം. ഈ പെണ്ണ് രാവിലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആണോ? എന്നെ രാവിലെ ഇവിടെ ഓടിച്ചെന്നില്ല, ബാർബർ ഷാപ്പിൽ കയറ്റിയാ.
ബാർബർ ഷോപ്പോ? ഓ അല്ല മുടിവെട്ട് കടയിൽ ഇതാ ഇരിക്കുന്ന സംഭവം. പെണ്ണുങ്ങളൊക്കെ കയറുന്ന? അയ്യോ അത് ബ്യൂട്ടി പാർലർ. ആ ഞങ്ങൾ ബാർബർ ഷോപ്പ് എന്ന് പറയും. ഇത് കൊള്ളാം, നല്ല കോലം. കേട്ടോ? ആ അപ്പൊ എനിക്ക് നാണം. കൈ ഇങ്ങനെ ആക്കിയേ. ആ ഈ കൊയ്ത്ത് സമയത്ത് ഇങ്ങനെ പാടത്ത് കൊണ്ട് നിർത്തിയാൽ കറക്റ്റ് ആയിരിക്കും, കാക്കയൊന്നും വരില്ല. പ്രാവ് ഇതൊന്നും വരില്ല. നല്ല നല്ല കിടിലായിട്ട്. ഞാൻ തമാശ പറഞ്ഞത് വേണ്ട. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ശരിയേ എന്തോ എന്തുവാ കുഞ്ഞാ ഇത്? കാലം നീല പെയിന്റ് അടിച്ചു വെച്ചേക്കാന്നത് പാന്റ് ഇട്ടേക്കാന്നോ നീ? പാന്റ് ജീൻസ്. ഇതോ? എടീ, ഇത് കാലിൽ ഇങ്ങനെ തയ്യക്കാരൻ തുണി ചുറ്റി വെച്ചങ്ങോ നിന്ന് തച്ചേതോ ഇത്? കുഞ്ഞ നീ ഇത് എങ്ങനെ കേറി ഇതിനകത്ത്? ചോ, എന്റെ അമ്മോ, ഇത് എത്ര ദിവസം എടുത്തിനകത്ത് കയറാനായിട്ട്? അശ്വതി ഞാൻ കാര്യമായിട്ട് ചോദിക്കും, എന്തോ കുഞ്ഞ ഇത്? ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ കൂടെ ഞാൻ പറയുമ്പോഴായിരുന്നു കുഴപ്പം. ഇപ്പൊ കറക്റ്റ് ആയില്ല, ബന്ധുക്കൾ പറഞ്ഞപ്പോ നിനക്ക് ബോധ്യമായല്ലോ ഇതെങ്ങനെ ഇതിനകത്ത് കയറിയതെന്ന്. ചുമരി ഇത് ഞാൻ പറഞ്ഞപ്പോഴൊന്നും കുഴപ്പമായത്. എന്നെ അപമാനിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. കേക്ക് കൊടുക്കാൻ വന്നാണ്, കേക്ക് കൊടുത്തിട്ട് സ്ഥലം കൊടുത്തോളാം. കൊടുത്തോളാം, നീ തിന്നണ്ട അങ്ങനെ കേട്ടോ. ഞാൻ സുരാജേട്ടാ, എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. സുരാജേട്ടനോട് നല്ല സ്നേഹ, നന്നായിട്ടൊക്കെ ഡീൽ ചെയ്യും. അതെ, ഇത് കുഴപ്പമാവോ? ഒരു കേക്ക് പോവുമല്ലോ അല്ലേ? കണ്ടോ, ഇതുവരെ യാതൊരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കാ അത്. പെട്ടെന്ന് മേടിച്ച് കഴിച്ചോളാം. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. അല്ല, നീ ഇവിടെ കാണൂലേ? സുരാജേട്ടന് ഞാനൊരു വെളിപ്പുറത്തുണ്ടല്ലോ. വിളിച്ചാ മതി, ഇവിടെ തന്നെ കാണണേ. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. ഇന്ന് പറഞ്ഞല്ലോ എന്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ചെറുക്കനെ ഇന്നെന്റെ പിറന്നാളാ കേട്ടോ. അപ്പൊ കേക്ക് കേക്ക് കഴിക്കല്ലോ. കേക്ക് എല്ലാരും കേക്ക് കഴിക്കും. ഒന്ന് കൈ വെക്കേ, എല്ലാം കൈ വെക്കേ. ഇത്രയും പേരും കേക്ക് കഴിക്കും. അയ്യോ, കട അടയ്ക്കും, പെട്ടെന്ന് വാങ്ങിച്ചു തന്ന ബേക്കറി ഉണ്ട് കേട്ടോ. ചെല്ല്. ഇതേ ഇത് സുരാജിന് കൊടുക്കാൻ കൊണ്ട് വന്നതാ. മറ്റേ കൈ പൊക്കെ ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു. അല്ല, ഞാനും കരുതി കൊടുക്കുമെന്ന്. അറിയാൻ തരും, എന്നെ ബർത്ത്ഡേ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലേ ഇത്. എവിടുന്ന് എന്റെ തശ്വതി പ്രത്യേകം പറഞ്ഞ് ഈ കേക്കേ വാങ്ങിക്കാവൂ. അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ക്രീം കേക്ക്. കഴി മക്കളെ, നിറച്ച് കഴിക്കണം കേട്ടോ, ഒന്നും കളയല്ലേ. ഇല്ല ഇല്ല ഇല്ല, മനസ്സിലായല്ലേ? ശരി. അശ്വതി എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? അശ്വതി പക്ഷെ ആദ്യം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തോ അവളെ അവളെ വേറൊന്നുമല്ല, അറുത്ത കൈക്ക് ഉപ്പ് കേൾക്കാത്ത ഒരു സ്ത്രീയാണ് എന്റെ ബന്ധു താങ്കളെന്ന് പറഞ്ഞു. ഞാൻ അതെ, അശ്വതി പറഞ്ഞെന്ന് ഞാൻ അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാത്തോളം ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളാണ്. അതായത് ഞാൻ ഈ ഒരു നേരത്തെ ആഹാരം, ഈ ഒരു കേക്ക് ഞാൻ അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാത്തവളാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ഞാൻ അത്രയും ചുമന്ന് ഞാൻ പാടുവിട്ട് ഞാൻ ഈ കൊണ്ടുവന്നിട്ട് അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാത്തവളാണ് അശ്വതി അവൾ പറഞ്ഞതാ. എനിക്ക് അവളെ സ്വഭാവം എനിക്കറിയാം. ആ നീ പാത്രത്തോടങ്ങ് വിഴുങ്ങി. ഇല്ല, അതാണ് ചേച്ചിയുടെ കൈ ഇരിക്കണത്. എന്റെ പിന്നെ എനിക്ക് ഭയങ്കര മറവിയാ കേട്ടോ. ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചോണേ. കഴി നിറച്ച് കടി. ഈ മുന്തിരിങ്ങയൊക്കെ കളയെല്ലാം എടുത്ത് കഴിക്കണം. ഇവളൊറ്റ സ്വഭാവം ഇതാ. അശ്വതി ദൈവത്തിനാണ് സത്യം. ഇച്ചിരി ആഹാരം വെച്ചപ്പോൾ അവക്ക് കൊടുക്കാതെ ഞാൻ കഴിക്കത്തില്ല. എന്നിട്ട് ഈ സുരാജിന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കുന്ന ഈ ആഹാരം, ഈ കേക്ക് അല്ലേ, അത് മര്യാദയാണല്ലേ അവൾ സംസാരിച്ചത്? മര്യാദയാണോ സംസാരിച്ചത്? അല്ല, നമ്മൾ ആരും അങ്ങനെ ചെയ്യുന്നതാണോ അത്? ഒരു ഇച്ചിരി കേക്ക് കൊടുക്കുന്നതിന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാതെ ദൈവം സഹിക്കത്തില്ല ഒന്നും. കഴി, നീ കഴി. സാധനം അവിടെ ഇരിക്കുന്നു. അയ്യോ, ഞാനൊക്കെ മറന്നു പോകും കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട കേക്കായത്. ആ അതെ, അശ്വതി പ്രത്യേകം പറഞ്ഞത് മതിയെന്ന്. കഴി മക്കൾ കഴിയും, പൈസ നോക്കില്ല കേട്ടോ. കഴി, നിറച്ച് കഴിക്കും, നിറച്ച് കഴിക്കും, നല്ലപോലെ കഴിക്കും. ഇവള് ഇതേ കണക്ക് കേട്ടോ. സുരായ, ഞാൻ ഒരു കാര്യം പറയാം, നിന്നാണ് സത്യം. ഈ സംഭവം ശ്രദ്ധിച്ചോണം. ഇത് ഇവള് ഒരു ദിവസം വീട്ടിൽ എൻ്റെ അടുത്ത് 10,000 രൂപ വേണമെന്ന് പറയും. അപ്പൊ ഈ 10,000 രൂപ വേണം. ഞാൻ വിചാരിച്ചെന്ന ഫോൺ പിറ്റേ ബൂസ്റ്റൊക്കെ എനിക്ക് വല്ല മാച്ച് തരാനായിരിക്കും. തീർച്ചയായിട്ടും കുഞ്ഞെ 10,000 കഴിയാ, ഞാൻ സംസാരിക്കാം, മക്കൾ കഴിയത് നിറച്ച് കഴിക്ക്. ഈ 10,000 കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ മേക്കപ്പ് ഇട്ട് നോക്കും. ദൈവമേ സുരാജേ, കുറെ കമ്മല്. ആര് വാങ്ങിച്ചു? ഇവള് വാങ്ങിച്ച് കുറെ കമ്മല് ആഭരണങ്ങൾ. 10,000 രൂപ വെച്ച് ഞാൻ പക്ഷെ ആഹാരം വാങ്ങിക്കാനാന്ന്. ആരെങ്കിലും ചെയ്യോ? സുരാജ് കഴിയേ, ചുമ്മാ എന്നെ വിഷമിപ്പിക്കല്ലേ, ചൂടാറുവേ. കഴിയ അങ്ങോട്ട്. അങ്ങനെ ചേച്ചി കേൾക്കണം. ഇവളിതാ ഇത് കമ്മല് നമ്മൾ സാധാരണതാ ഈ കാതി കമ്മലിടും. നമ്മൾ ഇത്രയും നീളമുള്ള കമ്മലിടുവോ സുരാജ്? ഇല്ല. ഇത്ര നീളം കമ്മലിടുവോ? ഇടത്തില്ലേ? എന്റെ സുരാജ്, ഇവളിട്ടേക്കുന്ന കമ്മലെന്ന് പറഞ്ഞാല് ദൈവ സത്യമായിട്ട് ആരും സഹിക്കത്തില്ല. രാജത്താ, ഞാൻ പറഞ്ഞുതരാം, കുഞ്ഞുങ്ങൾ സത്യമായിട്ടാണ്. അതായത് ഒരു കമ്മല് ഇടുന്ന നീളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും വലിയ നീളം. നമ്മൾ സാധാരണ ഇടുന്ന കമ്മൽ എങ്ങനെ? ചെറിയ കമ്മൽ, മുഖത്തിൽ ഒതുങ്ങുന്ന കമ്മൽ എടുത്തുള്ളൂ. ഇത്രയും വലിയ നീളം. ഒരു മാല എടുത്ത് ഞാൻ നോക്കി, ആനയ്ക്ക് നെട്ടിപ്പട്ടം പറഞ്ഞു ദൈവസത്യമായിട്ട് എത്രയും വലിയ ഇതൊന്നും പറഞ്ഞോ. കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ മാല കണ്ടു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അതായത് ഈ കനല്ലേ മാലയ്ക്ക്. ചേച്ചി കൈ, എന്റെ കൈ
മൂന്ന് കൈകളെ നീ ഇതെന്തോടെ കാണിക്കുന്നേ? അല്ല ഇത് തിന്നാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കയ്യാന്ന് ഞാൻ കെട്ടിയില്ലയോ? മക്കളെ സ്നേഹം കുറച്ച് മതി, ചേച്ചിക്ക് തന്നത് മതി. ഓക്കെ. നിനക്ക് അടിക്കാനാ കൊണ്ടുവന്നേ, എനിക്ക് വാരി തരുന്ന ചെറുക്ക്. കഴിയും അങ്ങോട്ട്, കൈ നിറച്ച് കഴിയും. കഴി അശ്വതി അങ്ങനെ ഇവള് ചന്തയിൽ പോയിട്ട് വന്നിട്ട് നേരെ ഞങ്ങൾ ബാഗ് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ എന്തോ ഇതിനകത്ത് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കുറെ സംഭവങ്ങളും. ഞാൻ എന്തുവാ സുരാജ ഇതെന്തുവായി കാണിക്കുന്നത്? കേൾക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇടത്തേക്ക് വേണ്ടാണോ സുരാജ് കഴിക്കുന്നത്? നീ ഷൂട്ടിലൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് നാണക്കൽ ഉണ്ടാക്കാനായിട്ട്? അറിയില്ലേ? ഇടത്തേക്ക് കൊണ്ട് കഴിക്കില്ല മക്കളെ, നിറച്ച് പാരി കഴിയങ്ങോട്ട്, അതങ്ങോട്ട് എടുത്ത് കഴിയങ്ങോട്ട് കേട്ടോ. ഈ പെണ്ണ് ചന്തയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പേഴ്സ് വരച്ചു വെച്ചപ്പോ എന്തോ കുറെ മാലകളും വളകളും. ഇതെന്തോ പശുവാണോ കാടി കുടിക്കാനായിട്ട്? ഇത് ഒന്നാമത്തെ കേക്കല്ലയോ ഇങ്ങനെ നക്കി തിന്നാനായിട്ട്? എന്താ ഇത് കേക്കല്ലേ? പശു കാടി കുടിക്കാനൊക്കെയല്ല. മനെടുത്ത് കടി കുഞ്ഞെ മറിച്ചെടുത്ത് കടി അങ്ങോട്ട്. അങ്ങനെ കേട്ടോ ചേച്ചി? അങ്ങനെ ഇവിടെ കൊണ്ടുവന്നില്ല. പേഴ്സ് തുറന്നു പോയപ്പോഴത്തേഎന്താ ഇത്രച്ചോളം ഒരുപാട് മാലകളും വളകളും. ഞാൻ ഒരെണ്ണം ഈ പെണ്ണെടുത്ത് ചോദിച്ചു. കുഞ്ഞുങ്ങൾ സത്യമായിട്ട് അവിടെ തരത്തില്ല. അവിടെ മനസ്സിൽ പോയിക്കണം. എന്റെ മനസ്സാ സത്യം പറഞ്ഞ ഒരുപാട് ഞാനങ്ങ് വിഷമിച്ചു. ഒരു മാലയല്ലേ ചേച്ചി ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഒരു മാല ആ ചോദിച്ചപ്പം ഇവിടാണോ വായിരിക്കുന്നേ? എന്റെ ഉച്ചയിലാണോ വായിരിക്കുന്നേ? ഇത് കഴിക്കാൻ തന്നതേക്കാന്നോ? ഇവൻ ഇത് ഇങ്ങനെ ഇവിടോട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? എന്താ സമ്മതിക്കണ്ടേ? ആഹാരം കഴിവ് വായി വെച്ച് കഴിക്കും. അല്ല നിങ്ങൾ കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ ഇത് എടുക്കുമ്പോ അത്രയും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ. ഞാൻ അശ്വതിയുടെ കാര്യമല്ലേ കുഞ്ഞെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് കഴിക്കാൻ വേണ്ടിയില്ല ചേച്ചി അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്. കഴിഞ്ഞ മക്കളെ നിറച്ച് കഴിയെടുത്ത്. ഇല്ല എനിക്കിനി വേണ്ട. നിറച്ച് കഴിക്കും. ഇല്ല ചേച്ചി നിങ്ങളൊരു സ്ത്രീയാണോ? ഇത് ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് നിങ്ങൾ ഒരു ശകലം പോലും വാരി കഴിപ്പിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു സ്ത്രീയല്ല. ഞാൻ ഇന്ന് അശ്വതിയുടെ അടുത്ത് പറയും, ഇത് വേണം. ഇനി റോഡ് ഇറങ്ങി നടക്കുമ്പോ ഇത് എന്താണെന്ന് ആൾക്കാർ ചോദിക്കുമ്പോ നടന്ന കഥകളെ ഇതുപോലെ തന്നെ വിവരിക്കണം. നാണക്കേടായല്ലോ. നിങ്ങൾ ഇത് ഒരു പാഠം പഠിക്കണം. നിനക്കൊരു പാഠമായിരിക്കണം കേട്ടോ. ഇനി അവളെ എനിക്ക് കാണേണ്ടത്. ഇത് പാത്രം കിടന്ന് ചിലപ്പോ നക്കി തിന്ന് കളയും കേട്ടോ. ഇത് നിനക്കൊരു പാഠമായിരിക്കണം. അശ്വതിയെ കാണിച്ച കോലം നോക്കണേ മക്കളെ. അശ്വതി വേഗം വന്നേ. എന്റെ കുടുംബക്കാര് വന്ന് ചെയ്തിട്ട് പോയ പരിപാടികളാ അത്. അയ്യോ ഇത് എന്ത് പറ്റിയെന്ന്? ഇത് ആഹാരം കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാനും തരുന്നില്ല. അവര് ഇടത്തെ കൈ ഇട്ട് വലത്തെ കൈ എന്തായാലും അവർക്ക് പ്രശ്നമാണ്. സോറി സുരാജേട്ടാ, ഡ്രസ് ഇതൊന്നും അഴിച്ചേ, ഇതൊന്നും എടുത്തേ. എത്രയും പെട്ടെന്ന് എനിക്ക് കോട്ട് കഴുകി അലക്കിയതാ ഇപ്പൊ ഇവിടെ കിട്ടണം. കോസ്റ്റ്യൂമറെ കൊടുക്ക്. ഇതൊന്ന് പിടിച്ച ഈ കൈ കൂടെ റെഡി. പെട്ടെന്ന് കൊടുത്ത് ശരിയാക്കിയിട്ട് വാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. സുരാജേട്ടന് കേക്കിനോട് ഇത്ര ആർത്തിയോ? തറയിലിട്ടാണെന്ന് തോന്നുന്നു കഴിച്ചത്. ചുമ്മാ എന്റെ ആന്റിയെ കുറ്റം പറയാം. കോസ്റ്റ്യൂമിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് വരൂ ചേട്ടാ. കോസ്റ്റ്യൂമർ അല്ലേ? ഓക്കെ. നമ്മുടെ സുരാജേട്ടന്റെ കോട്ടാണേ. ഇതിൽ കുറച്ച് കേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ കയ്യിൽ വേറെ കോട്ടുണ്ടോ? കൈക്കോട്ടുണ്ട് അവിടെ പണിക്കാരുടെ വാങ്ങിക്കാം. അതല്ല, ഇത് മാറ്റിയിട്ട് പകരം ഇപ്പൊ പുള്ളിക്കിടാം. അയ്യോ നമ്മുടെ ഒരു കോട്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു എപ്പിസോഡിന് ഒരു കോട്ട് അങ്ങനെയാണ് പറഞ്ഞത്. വേറെ നമ്മുടെ കയ്യിലില്ല, കൈവശമില്ല. അതിപ്പോ ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം. സമയം താമസിക്കും. പെട്ടെന്ന് തയ്ക്കാൻ പറ്റുമോ? അത് ഐഡിയ, അത് ചെയ്യാം. ഞാൻ തയ്ച്ചിട്ട് വരണോ? അങ്ങോട്ട് പോണ്ട, ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ ഇരുന്ന് തയ്ച്ചോ. എനിക്കൊരു നോട്ടം കിട്ടുമല്ലോ. ഓ അത് ശരി. അത് ഇതങ്ങോട്ട് പിടിക്കാം. കേക്ക് കുഴപ്പമില്ല. ശരി. അപ്പൊ ഞാൻ പയ്യന്മാരെ വിളിക്കാം. മിഷീനൊക്കെ ആയിട്ട് വരാം. പെട്ടെന്നായിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണേ. പിന്നെ ഉറപ്പല്ലേ? എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയാ. ശരി ആയിക്കോട്ടെ. രമേശേ, സുരേഷേ, മിഷീൻ എടുത്തോണ്ട് വാടാ. നമ്മുടെ സുരാജിന്റെ കോട്ട് തയ്ക്കാൻ വാ. അയ്യോ ഒന്ന് പൊക്കൊണ്ട് വാടാ ഇങ്ങോട്ട്. രമേശേ, എന്താടാ പിടിക്കാത്തത്? പിടിക്കുന്നില്ലേ? ഇല്ല, കൊറേ നേരം വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നില്ല. നോക്കണ എന്ത് സംഭവം? ഞാനിവിടെ ഒരു ബട്ടൺസ് പിടിപ്പിക്കാൻ പറ്റുന്ന പാടാ എനിക്കറിയാം. കാണുന്നില്ല.
ഡാ, ഇത് എപ്പോ തുടങ്ങിയതാ ഇത്? ആ ഇത് തീർക്കണ്ടേ ഇത്? ഇത് അത് തന്നെ ഞാനും നോക്കുന്ന കുറെ നേരമായിട്ട് തയ്ക്കും നൂല് പിടിക്കുന്നില്ല. നൂല് പിടിക്കുന്നില്ലേ? തുണിയുടെ വല്ല കംപ്ലൈന്റ് ആണോ ഇനി ഇത്? തുണിയുടെ അതോ സൂചിയുടെ ആണോ? നോക്കണ്ട കണ്ട പോകുന്നില്ല ഡാ, കേട്ടാ. ഇത് കണ്ടാ എന്താ? ഈ ബെൽറ്റ് ആ. ഇത് ഇതിനകത്ത് ഇടണം, എന്നാലേ ഈ യന്ത്രം പ്രവർത്തിക്കത്തുള്ളൂ കേട്ടാ. അത് ശരി. ഈ തിരക്കൊണ്ട് ഇടാൻ മറന്നുപോയി കണ്ടില്ല. അങ്ങനെ മണക്ക നീ എന്ത് തയ്യക്കാനാടാ നീ? തെറ്റിപ്പോയതാ. ആ, ഇടാ. അയ്യോ സോറി. അളിയാ ആ? ഞാൻ കുറെ നേരം കൊണ്ട് ബട്ടൺസ് പിടിപ്പിക്കാൻ നോക്കിയാളി ഇത് ശരിയാവുന്നില്ല. അതെന്താ? ആ കുട്ടപ്പന്റെ കടയിലെ ബട്ടൺസ് ഒന്നും കൊള്ളത്തില്ല കേട്ടോ. അതെന്താടാ? ചുമ്മാ ഇത് പിടിക്കുന്നില്ല ഇതിനകത്ത്. നോക്കി ഇതാ ചുമ്മാ പോവാന്നേ ഇത്. നീ എടുത്തേ. ആ, സൂചി ഇങ്ങനെ പിടിക്കണം, ആ, ഇങ്ങനെ പിടിക്കണം. ആ, ഇതാ ഇത് കണ്ടോ, ആ. ഒരു കെട്ടിടണം. ഇങ്ങനെ കുത്തി. ആ. അതൊന്നും അറിയത്തില്ലല്ലേ? അല്ല ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിച്ചടാ. ആണോ? എന്നെ ഇവിടെ വർക്കിന് വരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്റെ കൂടെ അങ്ങ് വന്നതാ. സ്കൂളിൽ പഠിച്ചല്ലേ? അളിയ സ്നേഹം കൊണ്ടല്ലേ എന്നെ കൊണ്ടുവന്നേ ഇവിടെ. എന്തോ? സ്നേഹം കൊണ്ടല്ലേ എന്നെ കൊണ്ടുവന്നേ. സ്നേഹം അവിടെ ഇവന്റെ സ്കൂളിലെ നിനക്കറിയാം കഥയുണ്ട്. ഇല്ല ഇല്ല. ഇവൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ ഏ, ഇവൻ ഈ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു അതിന് ഭയങ്കര താല്പര്യമുള്ള ഡേ, 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 ഡേ. അത് പറയുന്നത്. ഇവൻ ബസ്സിൽ ഒരു ദിവസം നടന്ന സംഭവമാണ്. ഈ പെമ്പിള്ളേരുടെ വായിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ നോക്കിയിരുന്നാ മതി, വേറെ ഒന്നും വേണ്ട. വേറൊന്നും വേണ്ട. ഇങ്ങനെ നോക്കണം ഇങ്ങനെ. ആ. ഒന്ന് വരും ബസ്സിൽ ഇങ്ങനെ ഇരിക്കരുത്, കസേര കാണിക്കണം മറ്റേ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കരുത്. ഇങ്ങനെ ഒരു ദിവസം നടന്ന സംഭവമാണ്. ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. ഇങ്ങനെ കസേര ഇങ്ങനെ നോക്കുക. അപ്പൊ ബസ്സിലെ സീറ്റില്? സീറ്റിലിരിക്കുക. അപ്പൊ ഈ സൈഡിൽ മൊത്തം പെമ്പിള്ളിരിക്കുക, കുളയില് പെമ്പിള്ളിരിക്കുകയാണ്. രാവിലെ അല്ലേ? എല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഇയാളിങ്ങനെ നോക്കിട്ട് ഒന്നിനെ നോക്കിട്ട് നോക്കി അതിനൊക്കെ നല്ലവരുണ്ട് ഇവിടെ. അപ്പൊ അതിനെ നോക്കിട്ട് അത് വേണ്ടെന്ന്, ഇത് മതി, പിന്നെ അതിനെ നോക്കും. അങ്ങനെ ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഇവനെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും പെമ്പിള്ളേർ നോക്കും. എന്താണെന്നറിയാവോ, ഇവന് നോട്ടം കാണാൻ അവർ കളിയാക്കി നോക്കുന്ന അവനെ. അപ്പൊ ഇവൻ വിചാരിക്കുന്ന ഇവന്റെ സൗന്ദര്യം കൊണ്ടാണ്. അങ്ങനെ ഇവരിങ്ങനെ നോക്കും, അവിടെ പിള്ളേർക്കും ഇവിടെ പിള്ളേർക്കും അവിടെ പിള്ളേർക്കും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നിക്കുന്ന ഇപ്പൊ ഒരു ഓട്ടോ ബസ്സിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നു, ക്രോസ് വന്നു. ബസ് ഒറ്റ ചവിട്ടും എം വന്നിട്ട് തങ്ങെന്ന് പറഞ്ഞ് ഈ കമ്പിയിൽ തലകുറ ഒറ്റയിടി ഇടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ പെമ്പിള്ളേരാളുടെ കൂടെ ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന കക്ഷി തടവാൻ പറ്റുമോ? വേദന ചമ്മലല്ലോ. അയാളിങ്ങനെ ചമ്മ നിൽക്കുക, വേദന ഭയങ്കര വേദന. അടിച്ചാലോ മണി മുഴങ്ങുന്ന പോലെ സൗണ്ട് കേട്ടെ ഇയാൾ ഇടി കൊണ്ടിട്ട് ഇങ്ങനെ എന്നിട്ട് ചിരി വിടുന്നില്ല, വേദന ഇങ്ങനെ ഉണ്ട്. ഞാൻ കാണിക്കാൻ നോക്കിയോണേ ഇവന്റെ അവസ്ഥ. ഞാൻ ഇങ്ങനൊക്കെ കാണിച്ചില്ല. ഇടയ്ക്ക് സംസാരിക്കടാ. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരു രക്ഷയില്ല, ഒന്ന് തടവാതെ ഒരു രക്ഷയില്ല, വേദന മാറത്തില്ല. അവൻ ചെയ്ത അടി എന്നറിയോ, ഭയങ്കര ഐഡിയ. അവൻ തടവാൻ വേണ്ടതെന്നറിയോ, കുറെ ചീപ്പ് എടുത്ത് ചീപ്പ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലുള്ള ചീപ്പ്, ആ ചീപ്പ് എടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തടവിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടി, വേദന മാറി. അങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന മനുഷ്യനായി. നമുക്ക് ഈ കഥ ഞാൻ അറിഞ്ഞില്ലടാ. ഇല്ലേ? ഒരുപാട് കഥയുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഡയറക്ടർ. നമ്മുടെ ഓണത്തിൻ്റെ എപ്പിസോഡ് മമ്മൂക്കയും ലാലേട്ടനും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല ഡേറ്റ് ഉണ്ട്, അവർക്ക് ഡേറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഷൂട്ട് തുടങ്ങാറായി. ഓക്കെ ക്രൗഡ് എന്തിയേ? എന്തോ ക്രൗഡ് എന്തിയെന്ന്? തവിട് വേണോ ഇവിടെ? തവിട് വേണോ ഇവിടെ? എടോ ഇവിടെ ഈ ചെയർ കൊഴിഞ്ഞിരിക്കുന്ന ക്രൗഡ് വേണ്ട, ഇവിടെ ആൾക്കാർ വേണ്ട. ഓഡിയൻസ് ഇല്ലേ? ഉണ്ട്. എല്ലാം കൂടെ ഞാൻ ഏറ്റത് അതിനെ പറ്റി എല്ലാം കൂടെ എന്തിനേക്കുന്നു നെൽസൺ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാന്യമായിട്ട് ഈ പണി ചെയ്താൽ പോലെ? കോസ്റ്റ്യൂമിന്റെ കേസ് മാത്രം ഏറ്റാ പോലെ? ഇവിടെ ഫുഡിന്റെ, ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഇതെല്ലാം കൂടെ ഏക്കേണ്ട കാര്യം തന്നെ. ഇത് ഇവിടെ ഷോ തുടങ്ങാറായി. ഓഡിയൻസ് ഉണ്ട്, ഞാൻ കൊണ്ടുവരാം. ഇതും ഫില്ലാക്കി എത്രയും പെട്ടെന്ന് ചെയ്യാം. ആകെപ്പാടെ 10 മിനിറ്റ് ഉള്ളൂ. അതിന് മുമ്പ് സാധനം പെട്ടെന്ന് റെഡിയാണ്. ആർട്ടിസ്റ്റൊക്കെ റെഡിയാ കേട്ടോ. പെട്ടെന്ന് അടിച്ചോ. മോളെ നല്ല കാണാൻ ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു ഫ്രണ്ട് ഇരിക്കണേ കേട്ടോ. നിനക്കപ്പോ ചുവപ്പ് ഡ്രസ് ഉണ്ട്, അവിടെ എടുത്ത് കാണും. മനസ്സിലായോ? ഇങ്ങനെ ചിരിക്കണം, ചുമ്മാ ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെ ചിരിക്കണം. തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും തമാശ വന്നില്ലേലും തമാശ പറഞ്ഞില്ലേലും ചിരിക്കണം കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? ഒന്ന് ചിരിച്ച എല്ലാവരും ഇവിടെ നിന്ന്. എന്നെ പറയപ്പേക്കില്ല, ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു കേട്ടോ. അമ്മച്ചി ഇത് വലിയ ഒന്ന് കാണാനും വയ്യ കേൾക്കാനും വയ്യ. കുഴപ്പമില്ല, അവിടെ ഇരുന്നോ, ഒരു സീറ്റ് ഫില്ലാവട്ടെ. അവിടെ
എന്താ അല്ല നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. നല്ല നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ട്. നേരത്തെ തവിടെന്ന് പറഞ്ഞത് ക്രൗഡ് വിടുക തവിട്. ഈ നൂല് സൂചി വെച്ച് എന്നെ ചുണ്ടി ഞാൻ കൂട്ടി തയ്ക്കും കേട്ടാ. താറാവിന്റെ ചുണ്ടി കണക്കിന് നോക്കിയേ കേട്ടോ. സുരാജിന്റെ കോട്ടും കരുതി കോട്ട് സുരാജിന്റെ കോട്ട് സുരാജിന്റെ സുരാജിന്റെ കോട്ട് ഹോട്ടലിൽ നമ്മുടെ ഈ ഷർവാണിയാണ് പണിഞ്ഞിരുന്നല്ലോ. കുഴപ്പമില്ല. ശർവാണി ഇവിടെ മേക്കപ്പ് ചെയ്ത് നിൽക്കുമോ? സുരാജിന്റെ കോട്ട് എന്താ ഇത് ഷർവാണി എപ്പോഴും ഹോട്ടലിലായിരുന്നു. സുരാജിനിടാനുള്ള കോട്ടോ ഇതാണോ സുരാജ് ഇടുന്നേ? അല്ല സുരാജ് എടുത്തില്ല. പിന്നെ ആരിടുന്നത്? നീ എന്താ ഇങ്ങനെ എന്റെ മോൻ സൂരജനാണ് ഞാൻ വിചാരിച്ചത്. നിന്റെ മോനെ തയ്ക്കാനാണോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? വിചാരിച്ചു പോയി. എടോ ഇത് സുരാജിന്റെ മോനെ ഇടാൻ പറ്റത്തുള്ളൂ. ഇത് സുരാജിന്റെ മോന്റെ അളവ് കറക്റ്റാ ഇത്. അതെയോ? ആ അപ്പം ഒരു കാര്യം ചെയ്യ്. ഞാൻ ഈ നമ്മുടെ കമ്പനിക്ക് ഞാനൊരു ലാഭം ഉണ്ടാക്കി തരാം. അതുപോലെ ചെയ്യാവോ? നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ അതിപ്പം സുരാജ് വന്നാൽ പൈസ ഒരുപാട് കൊടുക്കണ്ടേ? പിന്നെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ സുരാജിന്റെ മോനെ കൊണ്ട് ചേക്ക് ചെയ്തിട്ട് അപ്പൊ പൈസ കുറച്ച് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് കമ്പനിക്ക് ലാഭമായി. താൻ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണേ ഞാൻ പറയുന്ന ആദ്യം അനുസരിക്കണം. മനസ്സിലായോ? ഓണത്തിന് തന്നാ മതി ഈ തരുന്നത്. ഒരു കാര്യമുണ്ടാ, എത്ര നമ്മളെ വഴക്ക് പറഞ്ഞാലും ലാസ്റ്റ് നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ടേ പുള്ളി പോകും. ഇംഗ്ലീഷില് ഇംഗ്ലീഷിൽ ചീത്തയാ നിങ്ങളെ വിളിച്ചത്. ആണോ? ചീത്തയാ വിളിച്ചത്. ചീത്തയാണത്. പിന്നല്ലേ വല്ല കാര്യമുള്ള കാര്യമാണ്. ഇത് എന്നും എപ്പോഴും പറയൂടാ ഇത്. ഞാൻ വിചാരിച്ച നല്ല കാര്യമാണ്. ചേട്ടാ നിങ്ങൾ വലിയൊരു കലാകാരൻ. ഈ പുള്ളി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു അഭിനേതാവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിക്കും. അത് പറ. നാടകത്തിന് പണ്ട് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നാടകത്തിൽ സൂപ്പറായിട്ട് അഭിനയിക്കും. പള്ളിയിൽ നാടകം വാളൊക്കെ വെച്ചോണ്ട് ഒരു രാജാവിന്റെ ട്രിപ്പിൾ സുൽത്താൻ. ട്രിപ്പിൾ അല്ലടാ, തബല സുൽത്താന്. വാളൊക്കെ വെച്ച് നമ്മൾ പണ്ടാളി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ. ഞാൻ മറ്റേ പള്ളിയിൽ ഏലിയാസിന്റെ ബലി എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരുന്നു പള്ളിയില്. അത് ഞാൻ രാജാവായിട്ട് ആഹാബ് രാജാവായിട്ട് ഞാനായിരുന്നു രാജാവായിട്ട്. അത് സംഭവം ഭയങ്കര രസമാണ്. ഇപ്പം അഭിനയിക്കണോ? പണ്ട് ചെയ്യുന്നത് ഇപ്പം വലിയൊരു കലാകാരനായിട്ട് നിങ്ങൾ കാണിച്ച് കാണേണ്ടത്. ഇവൻ അറിയത്തില്ല അളിയന്റെ കഴിവ്. ഇവൻ അറിയത്തില്ല. ഒന്ന് കാണിച്ചോട്. കാണിച്ചോട്. വേണോളിയാ പിന്നെ കാണിക്കുന്നത് ഇപ്പൊ ശരി. ഒന്ന് കാണിച്ചേ. ആഹാബ് രാജാവായിട്ട് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ സാധനമൊക്കെ ഇങ്ങനെ എന്റെ കണ്ണ് നിറഞ്ഞു പോകും. കണ്ണുമ്പിൽ ഇങ്ങനെ നിൽക്കുവാ കഥാപാത്രം. ഉപദ്രവിക്കും. അത് നിന്റെ കൺമുണ്ണി ഇന്നുണ്ട്. നീ കൂടുതൽ കളത്തണ്ട. ഞാൻ പറഞ്ഞോളാം. ആഹാബ് രാജാവ്. നിങ്ങൾ പറഞ്ഞധികമാകും. ബാലിന്റെയും മസ്തറസിന്റെ ആരാധകനാണ് നാം. ഇവിടെ നമുക്ക് യഹോവയെ പുച്ഛമാണ്. അതെന്താ എനിക്കറിയില്ല. ഇത് പറയാം, ഈ ചിരിക്കുമ്പോൾ ഒരു ജന്നി വരുന്ന പോലൊരു കോച്ചിലും പിടുന്നു. വലിയ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കണ്ടേ? അതല്ല, ഇനി സ്കൂളിൽ സത്യവാലം കൊല്ലപ്പെട്ടു നാടകമാണോ? അത് എനിക്ക് പിന്നെ അവാർഡ് കിട്ടിയ എനിക്ക് നല്ല നടനുള്ള സ്കൂളിലും സബ് ജില്ലയിലും ഡിസ്ട്രിക്റ്റിലും എല്ലാം സത്യവാലം കണ്ടിട്ട് നമുക്ക് ബാക്കി മതി. ഈ അന്ധത എന്നെ വേട്ടയാടുന്നു. 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 മുഖത്തോട്ട് നോക്കടോ. ഒരു സൂചി ഇവിടെ പോയിട്ട് കാണുന്നില്ലല്ലോ. എന്റെ കാലിന്റെ അടിയിലാണോ സൂചി കയറിയിരിക്കുന്നത്? അല്ലല്ല, എന്റെ കാലിന്റെ അടിയിലാണോ? ഇവിടെ സമയം എത്രയെന്നറിയോ? ഇത്ര നേരം ഇങ്ങോട്ട് വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലല്ല, പിന്നെ കോട്ട് തയ്ച്ചോ? അല്ല, സൂചി പോയി, അതാണ് വിഷയം. അല്ലെ എപ്പോഴും തയ്ച്ചേനെ. ഒരു കാര്യം ചെയ്യേ മോളെ, ഇത് അടുത്ത് കൊച്ചിനെ വെച്ചൊരു സംഭവം ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു മിഡിയും ടോപ്പിന്റെ അളവ് എടുക്കണം. ഇതിന്റെ പെട്ടെന്ന് മിഡിയും ടോപ്പിന്റെ അളവ് എടുത്തു. എവിടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും അളിയ ഇവിടെ പോയി ഇരടാ.
അറിയാത്ത പറ്റി എന്തിനാണ് കയ്യാലെ കയറാൻ പെണ്ണുങ്ങൾ വരും മാത്രമേ ഉള്ളല്ലോ, ആണുങ്ങൾ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ അങ്ങനെ അല്ല കൈ നിൽക്കുന്നില്ല. കുറച്ചവിടെ വീട് അടിക്കാനില്ല. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു. ചെറും കൂടെ അങ്ങോട്ട് ചേർക്കണോ? താൻ ആ കൊച്ചിനോട് അളവെടുക്കാനല്ലേ, മെഡിക്കൽ അളവെടുക്കാനല്ലേ? ടേപ്പ് പോയാ എന്താ ടൈപ്പ് പോയതാണ്? ഇതെന്നെ ഇടപെടായി കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലാണ്ട് ഞാൻ ചോദിക്കുക. എന്താണ്? താൻ ഇത്ര നേരം ഇവിടെ സാധനം തയ്ച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ താൻ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ എന്റെ അനിയൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് കുറെ നേരം എന്നെ ഇട്ടിട്ട് വലിക്കാൻ തുടങ്ങിയിട്ട്. Shut up your mouth! Bloody fool! Stupid! Useless fellow! ചീത്ത പറഞ്ഞല്ലേ? എന്താ പൊന്നോ മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ജീവിക്കാനായിട്ട്? ഇങ്ങനെ ജീവിക്കേണ്ട ആളൊന്നുമല്ല നിങ്ങൾ നല്ലൊരു അഭിനേതാവല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്ദ്രൻസിനെ കണ്ടോ, ഇന്ദ്രൻസ് ചേട്ടനൊക്കെ അവര് തയ്യലിൽ നിന്നും കോസ്റ്റ്യൂമറായി സിനിമാ നടനായി ഇപ്പൊ ഒരു സംസ്ഥാന അവാർഡ് വരെ മേടിച്ചറിയാവോ? വെറുതെ ഇങ്ങനെയുള്ള അടിമയായിട്ട് നിൽക്കേണ്ട കാര്യം നിങ്ങൾ നാണക്കട കേട്ടോ, എനിക്ക് കൂടെ നാണക്കട. പ്രതികരിക്കണം നമ്മള് അളിയനുണ്ടല്ലോ അഭിനയിച്ചു നേരത്തെ നമ്മൾ കണ്ണു നിറഞ്ഞു പോയില്ലേ അഭിനയം കണ്ടിട്ട്? വേറെ എന്തെല്ലാം കഴിവുണ്ട് നിങ്ങൾക്ക്? എന്നിട്ടുണ്ടല്ലോ ആ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അളിയനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും ഗസ്റ്റ് ആയിട്ട്. ഈ മനുഷ്യൻ അവിടെ ഇരുത്തും, ബഹുമാനിക്കും എല്ലാരും. ഉമ്മ നിങ്ങളൊരു കൊച്ചു കമലഹാസനാ ഇവിടുത്തെ, പിന്നല്ലാതെ ജോലി അറിയാലോ. ആണാമാനോ ഇല്ലാതെ അളിയൻ ഞങ്ങളുണ്ടല്ലേ അളിയന്റെ കൂടെ, നിങ്ങൾ പ്രതികരിക്കണം. എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. പിന്നല്ലാതെ ഞങ്ങൾ കൂടെ നിൽക്കും. പിന്നെ ഞങ്ങളുണ്ടല്ലേ ധൈര്യമായിട്ട് പ്രതികരിച്ചു. ഞങ്ങൾ ചങ്ക, ഞങ്ങളുണ്ട് കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് വരുന്നുണ്ട്. ചേട്ടോ എന്താ സാറ് പറഞ്ഞു സുരാജ് ചേട്ടൻ ഇടാനുള്ള കോട്ടിങ് തരാം. ഇപ്പൊ പറഞ്ഞ ഉടനെ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. നിന്റെ സാറിനോട് പോയി പറയടാ, കുറച്ച് കഴിഞ്ഞാൽ പറ്റാ പതുക്കെ തയ്ച്ചാൽ മതി. നമ്മള് മനുഷ്യരാ, പിന്നെ നമ്മളെ ഞാനിവിടെ നിൽക്കേണ്ട ആളൊന്നും അല്ലെന്നാ. നമ്മളിവിടെ നിൽക്കേണ്ട ആളൊന്നും അല്ല, നമ്മളവിടെ അവിടെ വരും സീറ്റില്. അന്ന് നീ കാണണം, നീ പോ, നിന്റെ സാറിനോട് പറ, സാറിനോട് പറ, പറ ചെല്ലേ ചെല്ലടാ എന്ന് പറഞ്ഞാ എനിക്കിത് അറിയത്തില്ല. എന്നെ ചീത്ത പറഞ്ഞു നമുക്കറിയത്തില്ലല്ലോ. ഞാൻ നല്ല കാര്യം പറയാം. എന്താ ഇത്? ഇത് ചൈനയുടെ വാച്ച്. ഈ സമയം എത്രയാന്ന് ഡയറക്ടർ സമയം നോക്കാൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം. താൻ എന്നെ കളിയാക്കോ? അല്ല പിന്നെന്താണ്? ഇപ്പൊ എന്താണ് വേണ്ടത്? ഇയാളെന്നോ? പിന്നെന്താണ്? ഞാൻ ഈ ഷോയുടെ ഡയറക്ടറാണ്. അതിനെന്താ ഇപ്പൊ ഞാനെന്താ വേണ്ടത്? എന്നോട് ഇങ്ങനെയാണ് താൻ സംസാരിക്കേണ്ടത്. ഞാനിവിടെ നിൽക്കേണ്ട ആളൊന്നും അല്ല. അത് പോട്ടെ, അത് അതിനെപ്പറ്റി സംസാരിക്കണത് അറിവില്ലാത്തതാണ്. എന്നെ അവന്റെ അഭിനയം കണ്ടിട്ടില്ല. ഞാൻ ആ സീറ്റ് വരും, അപ്പോഴീ ഭാവം ദേഷ്യമൊക്കെ വേണം. എടോ, താൻ ഒരാൾ കാരണം 1.5 ലക്ഷം രൂപയാണ് ഇപ്പൊ എനിക്ക് നഷ്ടം വന്നേക്കുന്നത്, അറിയാവോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? 1.5 ലക്ഷം രൂപ പോയിട്ട് ഞാൻ ഞങ്ങൾക്ക് തയ്ക്കണ്ടേ? 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ തന്നെ ഓരോ കാര്യം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട്. ഇവിടെ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുക. ഞങ്ങളും ജീവിക്കാൻ വന്നവരാ, ഞങ്ങളെ എങ്ങനെയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ കോസ്റ്റ്യൂമറാണെന്ന് പറഞ്ഞു ഞങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളും ഓരോ അരി മേടിക്കല്ല, നമ്മളിവിടെ നിൽക്കേണ്ട ആളല്ല. കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി വെളിയിൽ. എന്റെ ഫ്ലോറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനാ ഞാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചു വരും ആ സീറ്റിലിരിക്കാനായിട്ട് കേട്ടാ. അതിനുള്ള സിദ്ധി എനിക്കുണ്ട്. വരടാ. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് അന്നം കഴിക്കണം, തൊഴിലുണ്ട് ഇവിടെ. ഞങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ നിൽക്കാന്നേ പറഞ്ഞുള്ളൂ, കൂടെ വരാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഉണ്ടാകുന്നല്ലോ. ഒറ്റയ്ക്ക് പോയാൽ മതി, ഞങ്ങളുണ്ട്. ബി കെയർഫുൾ. എന്താ പറഞ്ഞേ? എന്നോട് തന്നെ പറഞ്ഞതാ. യൂക്കളും
ചെല്ല്, ചെല്ല്. പണി പോയി. ഇനി വേറെ ആരെങ്കിലും വന്ന് വിളിച്ചോളും കേട്ടോ. എന്റെ പണി പോയി ഇവിടുത്തെ. അതിനും ചിരിക്കുവാന്നു. വടുതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഉതളങ്ങ. വടതല വളവിലൊരു ഒതല മരം 10-25 തത്തമ്മ. തത്തമ്മ ചേട്ടാ തത്തമ്മ. വടതല വളവിലൊരു ഒതല മരം. മരം നീ ആരാ മുറിച്ചോ? മുറിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കി പറയും. ഒതല മരത്തിലെ മരത്തിലെ ഒതലപ്പഴം. ഫോട്ടോ എവിടെ എന്റെ? അത് പോയി ചേട്ടാ. അതെന്ത്? അതെനിക്ക് കിട്ടൂല. അത് നമുക്ക് മറക്കാം. ഇതൊക്കെയാണ് ഇതാ മറ്റേ അമ്മായി പോയല്ലോ. ഞാൻ 1 മാസം കഴിക്കാനുള്ള കേക്കാ മുഖത്ത് വാരി തേച്ച് വിട്ടത്. അനുഭവിക്കണം. ഇമാതിരി ഐറ്റത്തിനെ കൊണ്ടൊന്നും ഇനി ദേവി ഇത് ഇങ്ങോട്ട് വരരുത്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. റെഡി? ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വേറെ കാരണമുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ആവും. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അവിടെ ദേ ആ സെക്കൻഡ് റോയിൽ അവിടെ ഒരാൾ എന്നെ പറഞ്ഞു, എന്തോ എന്നെ കളിയാക്കിക്കൊണ്ട്. എനിക്കത് ഇത്തിരി ഫീൽ ചെയ്തു കേട്ടോ. സുരാജേട്ടനെ കളിയാക്കാൻ ഇവിടെ ആരാ ഉള്ളേ? അല്ല, എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു മറ്റേ ടങ് ട്വിസ്റ്റ് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഒന്ന് നേരിടാൻ പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞോ? എന്നോട് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല വേറെ ആരെങ്കിലും നേരിടാൻ തയ്യാറാണെങ്കിൽ പെട്ടെന്ന് വാ. ചെറിയ എന്നെ ഒന്ന് തോൽപ്പിക്കൂ പ്ലീസ്. സുരാജേട്ടനെ തോൽപ്പിക്കാൻ ആരെങ്കിലും പ്ലീസ് വന്നിരിക്കുന്നു. സുരാജേട്ടനോട് ഏറ്റുമുട്ടാൻ 2 പേരെ കിട്ടിയിട്ടുണ്ട്. എന്താ മോന്റെ പേര്? ഷോയ്സൺ. എന്താ ഈ സാർ എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സാറിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെയല്ല, ഷോയ്സർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഷോയ്സർ. അതെന്താ ഈ സാർ? ചുമ്മാ ഇട്ടതാണ് സാറ്. നാട്ടുകാരും വിളിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ഇപ്പോഴേ സാറായത്? വെറൈറ്റിക്ക് വേണ്ടിയിട്ടാ. വെറൈറ്റി. ചോദിച്ചല്ലോ അതെന്താ. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ക്ലിയർ ആയിരുന്നു. എന്താ മോളുടെ പേര്? അഞ്ചു. എവിടെ സ്ഥലം? പെരുമ്പാവൂര്. അപ്പോ പെരുമ്പാവൂരിൽ നിന്ന് ഒരാളെത്തി. ഇത് പിറവത്തുനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവര് ഏറ്റുമുട്ടലാണ്. ആരാണ് വിജയിക്കുന്നതെന്ന് അറിയാം. പെട്ടെന്ന് സ്പീഡിൽ തെറ്റാതെ 5 തവണ പറയാം. എനിക്ക് തന്നെ തെറ്റുന്നു. 5 തവണ ഇത് പറയണം. 5 തവണ ഇത് പറയണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. വടുതല വളവിലൊരൊതള മരത്തിൽ 10-25 ഉതളങ്ങ. പറഞ്ഞോ? ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട, മനസ്സിൽ വേറെ ആയിരിക്കും വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് കാണാതെ പഠിക്കണ്ട. വടുതല വളവിലൊരൊതള മരത്തിൽ 10-25 ഉതളങ്ങ. വടുതല വടുതല വളവേ. ഇല്ലില്ല, റിലാക്സ്. ടെൻഷൻ അടുപ്പിക്കാ ചേട്ടാ. റിലാക്സ് ചെയ്യോ. അതെ, നിങ്ങൾ രണ്ടും കൂടെ അത് പറയിപ്പിക്കും. നമ്മൾ രണ്ടും കൂടെ ഇത് പറയും. അത് പറ്റില്ല, ഇത് കേട്ടിട്ട് പോയാൽ മതി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. വടുതല വളവിൽ ഒരു ഒതള മരം. തെറ്റ്. വടുതല വളവിൽ അടൂരാണോ? മറ്റേ പിന്നെ അങ്ങനെ മനസ്സിലാക്കണ്ടേ സ്പീഡിൽ. വടുതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഉതളങ്ങ. അപ്പൊ ഇത് പറഞ്ഞോ. വാദോ? എന്താ നീ വാദോന്ന് ഉദ്ദേശിച്ച ശരിക്കോ? പറഞ്ഞോ. വടുതല വളവിലൊരു ഒന്നോടെ. ശരി, ഒന്നോടെ. വടുതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഉതളങ്ങ. വടുതല വളവിലൊരു ഒതല മരം 10-25 തത്തമ്മ. ചേട്ടാ തത്തമ്മ. മാപ്പു തരൂ. തത്തമ്മയല്ല, ഒതളങ്ങ. എന്തെങ്കിലും പറയും. വതലങ്ങ. ആദ്യമേ വതളങ്ങ. വടുതല വളവിലൊരു ഒരു കാറും ഒരു ബൈക്കും കൂടെ കൂട്ടിയിടിച്ച് 2 പേര് മരിച്ചായിരുന്നു. അത് ഇന്നലത്തെ പത്രത്തിൽ വന്നതാണ്. നീ അതല്ല, ഇന്നത്തെ വാർത്ത പറയും. വടുതല വളവിലൊരു ഒതള മരം ഉണ്ടായിരുന്നു. അത് മുറിച്ച് ഇപ്പൊ നല്ല കൂടിയ വിലക്ക് വിറ്റ് ഇപ്പൊ അടുത്ത് വേറൊരു തൈ കൊണ്ട് നട്ടേക്ക. അതിന്റെ പേരെങ്കിലും പറയും. വടുതല വളവിലൊരു ഒതല മരം. നീ ആരാ മുറിച്ചോ? മുറിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കി പറയും. ഒതല മരത്തിലെ ഒതലപ്പഴം.
ശരി ഓക്കെ. ഇത് കാണാതെ ഓടിച്ചു വെച്ചതാണ് ചോയ്സർ കേട്ടോ. അല്ലേ? ഇത് കാണാതെ ഓടിച്ചു വെച്ചില്ലേ? ഇല്ലേ? ശരിക്കും കാണാതെ ഓടിച്ചില്ലേ? ഇതല്ല ഞാൻ പറയിപ്പിക്കാൻ പോകുന്നത്. ഞാൻ എളുപ്പമുള്ള ഉദലേ അവിടെ സർ 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 പ്ലീസ് പറയ്. വേറൊരു സാധനം തരട്ടെ? സ്പീഡില്. വടുതല വളവിൽ ഒരു തല മരത്തിൽ 10-25 തലങ്ങ. ഇത് തന്നെ പറയും. ഒന്നുകൂടെ ഇത്രയും ഒരു 150 തൊട്ട ഇയാളും പറഞ്ഞു, ഞാനും പറഞ്ഞു, പിന്നെ ഇത്രയും ആൾക്കാർ എല്ലാവരും കാണാതെ പഠിച്ചു. ഇനി അങ്ങോട്ട് പറഞ്ഞാൽ പറ്റൂ പ്ലീസ്. വടുതല വളവിലൊരു തള മരത്തിൽ 10-25 തുടങ്ങ. കേട്ട് പടി. 5 തവണ തെറ്റാതെ 5 തവണ. വടുതല വളവിലൊരു തള മരത്തിൽ 10-25 തുടങ്ങ. വടുതല വളവിൽ വടുതലയാണോ? അങ്ങനെ ബ്രേക്ക് വരരുത്. ഇത്രയും നേരം കാണാതെ പഠിച്ചിട്ടും ചേർത്തോണ്ട് 3 പ്രാവശ്യമെങ്കിലും പറയും തെറ്റാതെ. ഒരു ബ്രേക്കും വരരുത്. ആദ്യം പറയുന്ന അതേ സ്പീഡിൽ തന്നെ അവസാനം വരെ. റെഡി സ്റ്റാർട്ട്. വടുതല വളവിലൊരു ഞാനൊന്നും ചെയ്തില്ല, ദൈവത്തിനാണ്. ഞാൻ ദേഹത്ത് തൊട്ടാ പോയിട്ട് ഞാൻ മിണ്ടിയില്ല. പറഞ്ഞു. വടുതല വളവിലൊരു മതത്തില. ഉദല മതമല്ല. ഉദലം എന്ന് പറയുന്ന മരമാണ്. ഈ ഉദലങ്ങ കാണിക്കുന്ന ഒരു മരമാണ്. വടുതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒതള മരത്തിൽ മരു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടോ, ഇതാ സിമ്പിൾ ആണ്, വളരെ ക്ലിയർ ആയിട്ട് പറയാം. അശ്വതി ഒന്ന് പറഞ്ഞു കൊടുത്ത്. ഇവിടെ വാ, പറഞ്ഞു ഒന്ന് സ്പീഡിൽ പറഞ്ഞു കൊടുത്ത്. ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു, എന്റെ കോൺസെൻട്രേഷൻ പോയി. അത് പിന്നെ ഈ കോലം കണ്ട് ആരാ ചിരിക്കാത്തത്? പറയ്. വടുതല വളവിൽ ഒരു ഒത്തള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒരു ഒത്തള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒരു ഒത്തള മരത്തിൽ 10-25 ഒതളങ്ങ. അയ്യോ, ഇത്രയും നേരം ടക് 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 ടക്. ദൈവമേ, തെറ്റിയിരുന്നെങ്കിൽ ഇന്ന് മരിച്ചു വീണേനെ. പറയ്. വടുതല വളവിൽ ഒരു തള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒരു തള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. നന്നായിട്ട് പറഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറയും സ്പീഡിൽ. അതായത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കരുത്. കംപ്ലീറ്റ് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ അത്രയും മലയാളത്തിൽ, തനി മലയാളത്തിൽ പറയണം കേട്ടോ. തനി മലയാളത്തിൽ. ഓക്കെ. എന്താ പേര്? ഷോയ് സർ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 10 എഴുതിയിരിക്കുക. 10 എഴുതിയിരിക്കുക. ഓക്കെ. കണ്ട, ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല. ക്ലാപ്പ് കൊടുക്കണേ. പറഞ്ഞു. ഏത് സ്കൂളിലായിരുന്നു? HS. അതായത് ഹൈസ്കൂൾ എന്നായി. അതായത് അത് ഇംഗ്ലീഷാണ്. പോയി ഇംഗ്ലീഷ് പറഞ്ഞു. നീ ഒന്ന് പറഞ്ഞ എന്താ പേര്? മനസ്സിലായല്ലോ? ഈ ഗെയിമിന്റെ നിയമം മനസ്സിലായല്ലോ? മലയാളത്തിൽ മാത്രം സംസാരിക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വീടിന്റെ അടുത്ത് തന്നെ. വീടിൻ്റെ അടുത്ത്. ഏത് കമ്പനിയാണോ അതോ സർക്കാർ സ്ഥാപനമാണോ അതോ ഗവൺമെന്റിന്റെ ആണോ? പറയാൻ പറ്റില്ല. അത് വൃത്തികെട്ട സ്ഥാപനം അങ്ങനെയാണോ? പറയാൻ പറ്റാത്ത വല്ല സ്ഥലത്താണോ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്തായാലും നല്ല പ്രകടനമായിരുന്നു രണ്ടുപേരതും. താങ്ക് യു. ഇദ്ദേഹമാണ് എന്നെ വെല്ലുവിളിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ വാ, നമ്മൾ രണ്ട് ഏറ്റുമുട്ടാൻ. താങ്ക് യു. പോയിരുന്നു. കൂടുവയ്ക്കാൻ കൊതി കൊണ്ടു ഏതോ കൂട്ടിൽ വളർന്നൊരു പക്ഷി. എല്ലാരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെ സാറിന്റെ മോനും പ്രേമിച്ച് ചോദിച്ചാൽ സാർ സംഭവിക്കും. ഇതിന്റെ ഓണർ എവിടെ? 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇപ്പൊ ഈ അടുത്ത് പുതിയൊരു പടം ഇറങ്ങിയായിരുന്നല്ലോ, അപ്പം പത്തിരിയും. അപ്പം പത്തിരിയല്ല, അപ്പം പീസ് കറി. എന്ത് കറിയായിരുന്നല്ലോ, അപ്പം കിട്ടിയാ പോലെ. ഈ കേസ് തെളിയിക്കാനായിട്ട് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോൾ ഞാൻ പോയി നിൽക്കും. ഈ വഴി ആരും പോകാറില്ല. പാമ്പം വഴിതാരൊക്കെ അത് വഴി പൊക്കും. ഞാൻ അണ്ണനൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മിക്കവാറും ഒരു വരവൂടി വരേണ്ടി വരും. പറയൂ കുമ്പസാരത്തെ കുറിച്ച്. കുമ്പസാര രഹസ്യം പരസ്യമാക്കാൻ പാടില്ല. അല്ല, കുമ്പസാര രഹസ്യം പരസ്യമാക്കണ്ട. കുമ്പസാര രഹസ്യം ഒരു അച്ഛനോട് പറയാലോ.
ഏതച്ഛൻ? ഞാൻ അച്ഛൻ, 3 മക്കളുടെ അച്ഛനാണ് ഞാൻ. അവാർഡ് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു. മൈക്കിൾ ഏലിയാസ്, ജാക്സൺ ഏലിയാസ്. ഗ്യാസ് ഓഫ് ചെയ്താ? ഗ്യാസ് ഓഫ് ചെയ്ത് നിങ്ങള് ലൈറ്റ് ഓഫ് ചെയ്താ? നിങ്ങള് ലൈറ്റ് ഓഫ് ചെയ്താ? പിന്നെ എന്തൊന്നും ഉണ്ടാക്കാനാണ് കിടക്കണത്? ഇടോ, ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ ഇങ്ങനെ കൈ കൊടുക്കണ്ട, ഹായ് എന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്യണ്ടേ? ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ എന്നെ ഇതുപോലെ കാണിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പ്രണയിച്ചിരുന്നു ചേച്ചി. Hi sir. How the feel of it means like you friend? No comments, no comments. ഇദ്ദേഹമാണ് പിടിച്ചത് മോനായി. ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളായത്. ഈ വർഷത്തെ OCPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ? ഇല്ല. എങ്ങനെയുണ്ട് സ്കിറ്റൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചത് നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും ചിരി വന്നിട്ട് ചിരിച്ചതാണോ? ചിരി വന്നിട്ട് ചിരിച്ചത് തന്നെയാണ്. എനിക്ക് പൊതുവെ കോമഡി ഒരുപാട് ഇഷ്ടമാണ്. കോമഡി ആസ്വദിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ശരിക്കും ഇങ്ങനെ ഒത്തിരി കോമഡി നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഒരു കോമഡി ക്യാരക്ടർ. തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും സംവിധായകർ കണ്ടിട്ട് അല്ലെങ്കിൽ റൈറ്റേഴ്സ് കണ്ടിട്ട് ഉറപ്പായിട്ടും പ്രിയങ്കയെ വിളിച്ചിരിക്കും. കാര്യം എന്നെ വരെ ഞെട്ടിച്ചത് കുംഭസാരത്തിലെ അഭിനയമാണ്. ഇനിയിപ്പോൾ ജലം കണ്ടതിന് ശേഷം ഞാൻ വിളിക്കും കേട്ടോ. സാധാരണ നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വരുന്ന ആളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യിക്കാറുണ്ട്. പാട്ട് പാടും, ഡാൻസ് ഇപ്പോൾ ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഒന്ന് തെളിയിക്കാം. കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. പ്രിയങ്കയ്ക്ക് ഒരു ടങ് ട്വിസ്റ്റ് പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ നാക്ക് വിളിക്കുക ഇങ്ങനെ തെറ്റുന്നത്. എനിക്കും ഒരുപാട് തെറ്റാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടാണ് വരുന്നത്. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. വെറുതെ പറഞ്ഞ കണ്ട നമ്മുടെ നാട്ടുകാർ കണ്ട. ശരി, എന്നാ പെട്ടെന്ന് പോയി. വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, പെട്ടെന്ന് 5 പ്രാവശ്യം. വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക. അതും പൊളിച്ചുവല്ലോ. അപ്പൊ ഞാൻ തോറ്റിരിക്കുകയാണ്. ഇനി നല്ലൊരു പാട്ടാവാം. ഞാനത്ര പാട്ടുകാരിയൊന്നുമല്ല. അങ്ങനെയാണ് ജലത്തിലെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. പ്രിയങ്ക പാട്ടുകാരിയല്ല, ആക്ട്രസ് ആണ്. അല്ലാതെ ഇവിടെ വന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പാടുകയാണ് കേട്ടോ. പാടിക്കോളൂ. പാട്ടുകാരി അല്ലാന്നറിയാം, എന്നാലും പാടും. കൂടുവയ്ക്കാൻ കൊതി കൊണ്ടു ഏതോ കൂട്ടിൽ വളർന്നൊരു പക്ഷി പ്രാകിപ്പറന്നിങ്ങുമെത്തി ചണനാരുവൈക്കോലതു തേടി കണ്ടതെല്ലാം തനിക്കെന്നേ കിളിപ്പെണ്ണും കരുതിയിരുന്നു. ഒന്നും തനിക്കുള്ളതല്ലെന്നുള്ളം പൊള്ളിയിരുന്നവൾ കേട്ടു. കൂടുവയ്ക്കാൻ കൊതി കൊണ്ടു ഏതോ കൂട്ടിൽ വളർന്നൊരു പക്ഷി. ഇതൊരു കവിതയാണ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശരിക്കും ജലത്തിലെ. നല്ല സ്ലോ ആയിട്ടില്ലേ, നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് നന്നായിട്ട് പ്രിയങ്ക പാടുകയും ചെയ്തു. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആ പഴയ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നു. ഇങ്ങനെ നിന്ന് പാടിയപ്പോഴേ ആ ശബ്ദവും അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിൽ ഭവ്യതയായിട്ട് ഇല്ലേ, വളരെ അടക്കം സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് പാടി, നമുക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് പുതിയ ടീമുമായിട്ട് ഒത്തിരി നല്ല പ്രോജക്ട്സ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും സംഭവിക്കട്ടെ എന്ന് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ്സ് അങ്ങേയറ്റം ആശംസിക്കുന്നു.
താങ്ക് യു ഇത്രയും നേരം നമ്മൾ അത് മാത്രമല്ല സുരാജ് ചേട്ടാ, കോമഡി സൂപ്പർ നൈറ്റ് വളരെ നല്ല പരിപാടിയാണ്. എല്ലാ എപ്പിസോഡും ഒന്നും കാണുന്നു ഞാൻ പറയുന്നില്ല, അത് കള്ളമായി പോകും. എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ചും ഒന്ന് സുരാജ് ചേട്ടൻ്റെ അവതരണം, അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇതിലെ സ്കിറ്റുകൾ ശരിക്കും വളരെ എന്താ പറയുക, അതിര് കടക്കാത്ത രീതിയിലുള്ള പക്വതയോടുകൂടി തന്നെ അതിനെ ചിട്ടപ്പെടുത്തിയ നല്ല സ്കിറ്റുകൾ. അത് മൊത്തത്തിൽ ഈ ഒരു ക്രൂവിൻ്റെ തന്നെ എഫേർട്ടാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ക്രൂവിന് മൊത്തത്തിൽ അതിൻ്റെ കൺഗ്രാറ്റ്സ്. എന്തായാലും ഇത് വളരെ വിജയങ്ങൾ, വളരെ മികച്ച രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ. താങ്ക് യു പ്രിയങ്ക. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ ടീമിൻ്റെയും ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിൻ്റെയും സ്നേഹം ഇതാ അവിടെ നിന്ന് എടുത്ത് ഞാൻ അങ്ങ് തരികയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. സുരാജേട്ടൻ പറയും പോലെ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.